السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ QVP പഠിതാക്കളെ, 28-ാം അധ്യായമായ സൂറ ഖസസിലെ 75-ാമത്തെ വചനമാണ്. വനസഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദ ഫഖുൽനാ ഹാതു ബുർഹാനകും ഫഅലിമു അന്നൽ ഹഖ്ഖ ലില്ലാഹി വദല്ല അൻഹും മാ കാനു യഫ്തറൂൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വനസഅനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരും. മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദ, എല്ലാ സമുദായത്തിൽ നിന്നും ഷഹീദൻ, ഓരോ സാക്ഷിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരുന്നതാണ്. ഫഖുൽനാ, എന്നിട്ട് നാം പറയും, ഹാതു ബുർഹാനക്കും, നിങ്ങളുടെ പക്കലുള്ള തെളിവ് നിങ്ങൾ കൊണ്ടുവരുവിൻ. ഫഅലിമു, അപ്പോൾ അവർക്കറിയാം, അന്നൽ ഹഖ്ഖ ലില്ലാഹ്, തീർച്ചയായും ന്യായം അല്ലാഹുവിൻ്റെ പക്കലാണുള്ളത്. വദല്ല അൻഹും മാ കാനു യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനും അവരെ വഴിതെറ്റിപ്പോകുന്നതാണ്, അവരിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷികളെ കൊണ്ടുവരും എന്നതുകൊണ്ടുള്ള വിവക്ഷ, ആ സമുദായത്തിലേക്ക് അയച്ച പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ കൊണ്ടുവരുന്നതാണ്, പുറത്തു കൊണ്ടുവരുന്നതാണ്. എല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നിരിക്കെ പിന്നെ എന്തിനാണ് സാക്ഷികളും അതുപോലെ തന്നെ വിചാരണയും എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നീതി നിർവ്വഹണം കുറ്റവാളികൾക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അവരുടെ വാദവും പ്രവർത്തനവും ശരിയാണ് എന്ന് തെളിയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ അവർക്കതിന് സാധിക്കുകയില്ല. ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രമാണെന്നും വിധിക്ക് പൂർണ്ണമായ അധികാരം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്നും അവർ ആ സമയത്തിൽ വെച്ച് തിരിച്ചറിയുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ആ സമയത്ത് വെച്ചുള്ള ഓരോ തിരിച്ചറിവും പ്രയോജനപ്പെടുന്നതല്ല എന്നും ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ധിക്കാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ധിക്കാരത്തിനുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതുമാണ്. അത്തരത്തിലുള്ള ഒരു ധിക്കാരിയുടെ കഥയാണ് അല്ലെങ്കിൽ സംഭവമാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചു മുഴുകിയ ഖാറൂനെ കുറിച്ചും ആ ഖാറൂനിൻ്റെ ധിക്കാരത്തെക്കുറിച്ചുമാണ്, അതിൻ്റെ ശേഷം അവന് ലഭിച്ച അനന്തരഫലത്തെക്കുറിച്ചുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത വചനങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഇന്ന ഖാറൂൻ, തീർച്ചയായും ഖാറൂൻ, കാന മിൻ ഖൗമി മൂസ, അവൻ മൂസായുടെ ജനതയിൽപ്പെട്ടവനാകുന്നു. ഫബഗാ അലൈഹിം, എന്നിട്ട് അവൻ അവരുടെ മേൽ ധിക്കാരം കാണിച്ചു. ഫബഗാ, അവരുടെ മേൽ, മൂസാ നബിയുടെ ജനതയുടെ മേൽ ധിക്കാരം കാണിച്ചു. വആതൈനാഹു മിനൽ കുനൂസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, ഞാൻ അവൻക്ക് നിക്ഷേപങ്ങളെ നൽകിയിട്ടുണ്ട്, കുനൂസുകൾ, നിക്ഷേപങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് മാ ഇന്ന മഫാതിഹു, എങ്ങനത്തെ നിക്ഷേപങ്ങളാണ്? അതിൻ്റെ താക്കോലുകൾ ലതനൂഉ ബിൽ ഉസ്ബതി, വഹിക്കാൻ പറ്റാതെ, അതിനെ വഹിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ളതാണ്. ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ, ശക്തരായ സംഘത്തിന് പോലും ആ താക്കോൽ കൂട്ടം വഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള സമ്പത്തുകൾ, നിക്ഷേപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂന് നൽകി. ഇത് ഖാല ലഹു ഖൗമുഹു, അവൻ്റെ ജനത അവനോട് പറഞ്ഞു. ഇത് ഖാല, അവനോട് പറഞ്ഞു, ലഹു ഖൗമുഹു, അവൻ്റെ ജനത അവനോട് പറഞ്ഞു, ലാ തഫ്റഹ്, നീ പുളങ്കം കൊള്ളേണ്ട, നീ ഇതിൽ അഹങ്കരിക്കേണ്ട. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, തീർച്ചയായും പുളകം കൊള്ളുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂനിനെ കുറിച്ച് വീണ്ടും വിശദീകരിക്കുകയാണ്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, വബ്തഗി, അല്ലാഹു നിനക്ക് നൽകിയതിൽ നീ എന്താക്കുക? നീ പരലോകത്തെ തേടിക്കൊള്ളുക. ഇബ്തഗി, നീ തേടിക്കൊള്ളുക. ഫീമാ ആതാകല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയതിൽ നിന്ന്. അദ്ദാറൽ ആഖിറ, പരലോകത്തെ നീ തേടിക്കൊള്ളുക. വലാ തൻസ, നീ മറക്കരുത്. നസീബക, നിന്റെ ഓഹരി, നിന്റെ പങ്ക് നീ മറക്കരുത്. മിന ദുന്യ, ഈ ലോകത്തുള്ള
നിന്റെ പങ്കിനെ നീ മറക്കുകയും ചെയ്യരുത്. വ അഹ്സിൻ, നീ നന്മ ചെയ്യുക. കമാ അഹ്സനല്ലാഹു ഇലൈക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നന്മ ചെയ്ത പ്രകാരം നീയും നന്മ ചെയ്യുക. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, നീ ഈ നാട്ടിൽ കുഴപ്പത്തിന് പ്രശ്നത്തിന് മുതിരരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കുഴപ്പമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, قال إنما أوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من القرون من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഖാറൂൻ പറഞ്ഞു, ഇന്നമാ ഊതീതുഹു, തീർച്ചയായും ഇതെനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അലാ ഇൽമിൻ ഇൻദി, എൻ്റെ അടുക്കൽ ഉള്ള അറിവിനനുസരിച്ച്, ഇതെല്ലാം എൻ്റെ അറിവിനും എൻ്റെ കഴിവിനും അനുസരിച്ചാണ് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അവലം യഅലം, എന്ത് അവൻ അറിയുന്നില്ലേ? അന്നല്ലാഹ ഖദ് അഹ്ലക്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. മിൻ ഖബ്ലിഹി, അവൻ്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ടല്ലോ. മിനൽ ഖുറൂനി, തലമുറകളിൽ നിന്ന്. മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വ അക്സറു ജംആ, അവനേക്കാൾ കൂടുതൽ ശക്തിയുള്ളവരെയും സംഘബലമുള്ളവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻ തലമുറകളിൽ നിന്ന് നശിപ്പിച്ച കാര്യം അവന് അറിയില്ലേ? വലാ യുസ്അലു, ചോദിക്കപ്പെടുകയില്ല. അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ, കുറ്റവാളികളോട് തങ്ങളുടെ കുറ്റങ്ങളെക്കുറിച്ച് പാപങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. ഖാറൂനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും സൂറ 39 ഫിർഔനിൻ്റെയും ഹാമാനിയുടെയും ചേർത്തിക്കൊണ്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഖാറൂൻ മൂസ അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളാണെന്നും അതിനാൽ തന്നെ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാളാണെന്നും ആണ് മിക്ക മുഫസ്സിറുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മൂസാ നബിയുടെ പിതൃവ്യ പുത്രനാണെന്നും ആദ്യ കാലങ്ങളിൽ മൂസാ നബിയിൽ വിശ്വസിക്കുകയും പിൻപറ്റിയിരുന്നും പിന്നീട് സമ്പത്തും ആഡംബരവും വർദ്ധിച്ചതോടെ ധിക്കാരം മൂത്ത് കപടവിശ്വാസിയായെന്നും അവിശ്വാസിയായി തീർന്നും എന്ന് അഭിപ്രായം ഉണ്ട്. ഇവിടെ മഫാത്തി എന്നതിനർത്ഥം താക്കോൽ എന്നതാണ്. സ്വർണം, വെള്ളി എന്നിവ ഉൾക്കൊള്ളുന്ന സമ്പത്തുകൾ സൂക്ഷിച്ചിട്ടുള്ള ഖജനാവുകൾ ആളുകൾക്ക് വഹിക്കാൻ തക്കമുള്ളതായിരുന്നു എന്നതാണ് ഉദ്ദേശമെന്നും ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് ഖാറൂനെ കുറിച്ച് ഇപ്രകാരം മനസ്സിലാക്കാം. ഒന്ന്, അവൻ ജനങ്ങളോട് ധിക്കാരം കാണിച്ചിരുന്നു. രണ്ടാമത്, ലഭിച്ച സമ്പത്തിൽ അവൻ അഹങ്കാരം നടിച്ചിരുന്നു. മൂന്നാമതായി കൊണ്ട് പരലോക കാര്യങ്ങളിൽ അവൻ ശ്രദ്ധ പതിച്ചില്ല. അതിനുവേണ്ടി അവൻ്റെ സമ്പത്തിൽ നിന്നും യാതൊന്നും അവൻ ചിലവഴിക്കുകയും ചെയ്തില്ല. നാലാമത്തത്, മറ്റുള്ളവർക്ക് നന്മയും ഉപകാരവും ചെയ്തില്ല. 5, നാട്ടിൽ പലതരം കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു. 6, ലഭിച്ച സമ്പത്തും യോഗ്യതയും തൻ്റെ കഴിവ് കൊണ്ടാണെന്ന് അവൻ ധരിച്ചു. 7, തനിക്ക് മുമ്പ് അഹങ്കാരം നടിച്ചവരെ അള്ളാഹു ശിക്ഷിച്ചതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചും അവൻ മറന്നു കളഞ്ഞു. 8, ഉപദേശം നൽകിയവരോട് അഹങ്കാരം നടിക്കുകയും അവൻ്റെ പ്രവർത്തനത്തെ ന്യായീകരിക്കുകയും ചെയ്തു. അടുത്ത ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാറൂനിനെ അനുകരിക്കാൻ ശ്രമിച്ച ആളുകളെക്കുറിച്ച് പറയുകയാണ്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم. അങ്ങനെ ഖാറൂൻ ഫഖറജ അലാ ഖൗമിഹി, ഖാറൂൻ പുറപ്പെട്ടു അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. അലാ ഖൗമിഹി, തൻ്റെ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ തൻ്റെ സമുദായത്തിൻ്റെ ഇടയിൽ ഖാറൂൻ പ്രത്യക്ഷപ്പെട്ടു. ഫീ സീനതിഹി, അവൻ്റെ ആഡംബരത്തിൽ അവൻ ജനങ്ങൾക്കിടയിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയ, ഇഹലോകത്തെ ആഗ്രഹിക്കുന്നവർ, ഈ ദുനിയാവിനെ ആഗ്രഹിക്കുന്നവർ പറഞ്ഞു, യാ ലൈതലനാ മിസ്ലമാ ഊതിയ ഖാറൂൻ, ഖാറൂന് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കുമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവർ പറഞ്ഞു. ഇന്നഹു ലദു ഹല്ലിൻ അലീം, തീർച്ചയായും ഖാറൂൻ ഒരു വമ്പിച്ച ഭാഗ്യവാൻ തന്നെയാണെന്നും അവർ പറഞ്ഞു വെച്ചു. എന്നാൽ ഇതിന് നേരെ വിപരീതമായിക്കൊണ്ട് അറിവുള്ള ആളുകൾ ചെയ്തത്
പ്രതികരിച്ച പ്രതികരണമാണ് അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. വഖാലല്ലദീന ഊതുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈർ ലിമൻ ആമന വഅമില സ്വാലിഹാ വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ. വഖാലല്ലദീന ഊതുൽ ഇൽം, അറിവ് നൽകപ്പെട്ടിട്ടുള്ളവർ പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം, സവാബുല്ലാഹി ഖൈറുൻ, അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ഏറ്റവും ഖൈർ, ഏറ്റവും നല്ലത്, അതാണ് ഉത്തമമായത്. ആർക്കുള്ളത്? ലിമൻ ആമന, വിശ്വസിച്ചവർക്കും, വഅമില സ്വാലിഹൻ, ആ വിശ്വാസമനുസരിച്ചു കൊണ്ട് പ്രവർത്തനം ചെയ്തവർക്കുമുള്ള പ്രതിഫലം. വലാ യുലഖാഹാ ഇല്ല സാബിറൂൻ, സഹനശീലർക്കല്ലാതെ അത് സാധിച്ചു കിട്ടുന്നതുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നു. കാറൂനിൻ്റെ സുഖസൗകര്യങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ രണ്ട് വിധത്തിലാണ് അതിനെ വിലയിരുത്തിയത്. ഒന്നാമത്തെ കൂട്ടർ കാറൂൻ ഒരു മഹാഭാഗ്യവാനും ഉത്കൃഷ്ടനും ആണെന്ന് കരുതിയവർ. ഐഹിക ജീവിതത്തിലെ സുഖത്തെ ജീവിത ലക്ഷ്യമായി കാണുന്നവരായിരുന്നു ഇക്കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതത്തിലെ സുഖത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തവർ, മറിച്ച് എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാകുന്നു ഇതെല്ലാം എന്ന് കാണുന്നവരും. നേരെ മറിച്ച് ഈ പരീക്ഷണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിച്ചാൽ അതിനേക്കാൾ മഹത്തരമായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് ധരിക്കുന്നവരായിരുന്നു രണ്ടാമത്തെ കൂട്ടർ. ഇവരായിരുന്നു വിശ്വാസികൾ. ഒന്നാമത്തെ കൂട്ടരിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. 80-ാം ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹനശീലർക്കല്ലാതെ അതിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ വാക്യം അത് രണ്ട് രൂപത്തിൽ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത് ആ ഇൽമ് ലഭിച്ച ആളുകളാണ് പറഞ്ഞതെന്നും, അല്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വാക്യമാണ് എന്നും പറഞ്ഞ രണ്ട് കൂട്ടരെയും നമുക്ക് കാണാവുന്നതാണ്. ഇനി 81-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറൂനിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് പറയുകയാണ്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള് ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മിനൽ മുൻതസിരീൻ. ഫഖസഫ്നാ ബിഹി, അങ്ങനെ അവനെ നാം ആഴ്ത്തിക്കളഞ്ഞു. ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിന് പറഞ്ഞ ഖസഫ, ആഴ്ത്തിക്കളഞ്ഞു. വബിദാരിഹിൽ അർള്, അവൻ്റെ ഭവനത്തെയും ഭൂമിയിൽ നാം ആഴ്ത്തിക്കളഞ്ഞു. ഫമാ കാന ലഹു, അവനില്ലായിരുന്നു, മിൻ ഫിഅത്തിൻ, യാതൊരു കൂട്ടരും ഒരു കക്ഷിയുമില്ലായിരുന്നു, യൻസുറൂനഹു, അവനെ സഹായിക്കുന്നതായി കൊണ്ട് ഒരു കക്ഷിയും ഈ ഭൂലോകത്തില്ലായിരുന്നു, മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ ആയിക്കൊണ്ട്. വമാ കാന മിനൽ മുൻതസിരീൻ, അവൻ സ്വയം രക്ഷാ നടപടി എടുക്കുന്നവരിൽ പെട്ടവനുമായിരുന്നില്ല. അങ്ങനെ അവനെയും അവൻ്റെ ഭവനത്തെയും ഞാൻ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ അവനെ സഹായിക്കുന്ന ഒരു കക്ഷിയും അവനുണ്ടായിരുന്നില്ല. അവൻ സ്വയം രക്ഷാ നടപടി എടുക്കുന്നവരിൽ പെട്ടവനുമായിരുന്നില്ല. ഇതായിരുന്നു കാറൂനിൻ്റെ അന്ത്യം. ഇതിനെക്കുറിച്ച് ഖുർആൻ വളരെ ചുരുക്കിയാണ് പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ ബൈബിളിലും മറ്റും വിശദമായി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അവയിലേക്ക് നാം അധികം ശ്രദ്ധ കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. 82-ാമത്തെ വചനത്തിൽ വഅസ്ബഹല്ലദീന തമന്നൗ മകാനഹു ബിൽ അംസ് യഖൂലൂന വൈക അന്നല്ലാഹ യബ്സുതു റിസ്ക ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ വൈക അന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. വഅസ്ബഹ, ആയിത്തീർന്നു, അല്ലദീന തമന്നൗ, കൊതിച്ചു പോയവർ ആയിത്തീർന്നു, മകാനഹു ബിൽ അംസ്, കാറൂനിനെ പോലെ ആയിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോയവർ ആയിത്തീർന്നു. ഇന്നലകളിൽ, ബിൽ അംസ്, ഇന്നലെ കാറൂനിൻ്റെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയവർ ആയിത്തീർന്നു. യഖൂലൂന, അവർ പറയുകയും ചെയ്തു, വൈക അന്നല്ലാഹ യബ്സുതു റിസ്ക ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ. വൈക അന്നല്ലാഹ, ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. യബ്സുതു റിസ്ക, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കും ഉപജീവനം അവൻ്റെ അടിയാന്മാർ, ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ, അവൻ്റെ അടിയാന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്കിനെ അവൻ വിശാലമാക്കി കൊടുക്കുകയും ചുരുക്കുകയും ചെയ്യുന്നു എന്ന് തോന്നുന്നു എന്ന് അവർ പറയുകയും ചെയ്തു. ലൗലാ അമ്മന്നല്ലാഹു അലൈന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാരുണ്യം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളെയും ഈ ഭൂമിയിൽ ആഴ്ത്തി കളയുമായിരുന്നു. വൈക അന്നഹു
ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ഹോ, അത് കാര്യം അവിശ്വാസികൾ വിജയിക്കുകയില്ലെന്ന് തന്നെ തോന്നുന്നു എന്ന് നേരത്തെ ഇൽമി ലഭിക്കപ്പെടാത്ത ആളുകൾ അല്ലെങ്കിൽ വിശ്വാസം സ്ഥിരപ്പെടാത്ത ആളുകൾ പറയുന്ന വാക്യമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു വെക്കുന്നത്. സമ്പത്തിൻ്റെയും സുഖത്തിൻ്റെയും പരമമായ ലക്ഷ്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗങ്ങൾ ചിലവഴിക്കുക എന്നതാണ്. അവ ഒരിക്കലും ജീവിത വിജയത്തിൻ്റെ അടയാളമല്ല. അവൻ നൽകിയ വിഭവങ്ങൾ ഇഷ്ടപ്രകാരം അവൻ വിനിയോഗിക്കൽ അവനോടുള്ള ധിക്കാരവും നന്ദികേടും ആണ്. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കുന്നത് അത് അവനോട് നന്ദി കാണിക്കലും കൂടിയാണ്. ഇക്കാര്യങ്ങൾ ഖാറൂനെ പിൻപറ്റിയവർ വ്യക്തമായി കാണുകയും അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പഠിക്കുവാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരെ ജീവിക്കുവാനും വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.